ഇനി നിങ്ങളെ ആരെയും ഓണത്തിന് വിളിച്ചില്ല, ഓണസദ്യ തന്നില്ല എന്നൊന്നും പരാതി പറഞ്ഞേക്കില്ലേ. ഇന്ന് നമ്മളൊരു സദ്യവട്ടം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ മുല്ലമുട്ടും മുല്ലപ്പൂമാലയും കുങ്ങിണിപ്പൂവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുമാത്രം പോരല്ലോ, ഇനിയും കുറേ കൂടെ ഐറ്റംസ് വരാനുണ്ട്. ഇന്ന് നമുക്കൊരു സദ്യവട്ടമാവാം. അപ്പോൾ വാഴയിലൊക്കെ നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോറൊക്കെ വിളമ്പാം. അപ്പോൾ കൂട്ടുകറികളൊക്കെ വിളമ്പുന്നതിന് മുന്നേ കുറച്ച് കഥ പറയാം. പണ്ടൊക്കെ നമ്മൾ ഓണം വരുമ്പോൾ കുട്ടിയായിരിക്കുമ്പോഴേ റോഡിലൊരു ഊഞ്ഞാലിടും. എന്നിട്ട് ആ പ്രദേശത്തെ കുട്ടികളെല്ലാം ആ ഊഞ്ഞാലിലാണ് ആടുന്നത്. നമ്മൾ തനി നാട്ടുപുറത്തുകാരാണ്. അങ്ങനെ ഊഞ്ഞാലാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചില്ലിയാട്ടം പറക്കലായി. അങ്ങേ അറ്റത്തെ മരത്തിലെ ഇലകളിൽ പോയി കാലുകൊണ്ട് എന്തിച്ചു തൊടുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ പരിപാടി. അങ്ങനെ നമ്മുടെ ഇലയിൽ ചോറായി, പപ്പടമായി, പഴമായി. അപ്പോൾ പച്ചടിയും കിച്ചടിയും എല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താണെന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ കുറച്ച് കടുക് പറയില്ലെങ്കിൽ അതൊരു രസമില്ല. അപ്പോൾ അതും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ വലിയ ഓണാഘോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല.